ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വചനം അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അന്ത്യോക്യയിൽ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് രണ്ടു വ്യക്തികളെ, ബർന്നബാസ്, ശൗൽ, രണ്ടു വ്യക്തികളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീനെന്ന് പറയും. യഥാർത്ഥമായി പൗലോസിനെ നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ മാനസാന്തരമാണ്. 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പൗലോസിനെ ബർന്നബാസ് തർസോസിൽ പോയി അവനെ കണ്ടെത്തി അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ദമസ്കോസിലെ തന്നെ മാനസാന്തരം തൊട്ട് ബർന്നബാസ് തർസോസിൽ നിന്ന് അവനെ കണ്ടെത്തുന്ന സമയം വരെ ആ ടൈം പീരീഡിനെ കുറിച്ച് നമ്മൾ പൗലോസിൻ്റെ സാക്ഷ്യങ്ങളും ലേഖനങ്ങളും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് പറ്റും. ചില ആളുകളുടെ വ്യാഖ്യാനം പൗലോസ് സ്വന്തം സ്ഥലമായ തർസോസിൽ അനേക സഭകൾ സ്ഥാപിച്ച് ശുശ്രൂഷകളിൽ നിലനിന്നു, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു പദം എനിക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് പറയുകയാണ്, ബർന്നബാസിനെയും പൗലോസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ഒരു വേലയുണ്ട്, അതിലേക്ക് അവരെ വേർതിരിക്കാൻ. അതിനുശേഷം നമ്മൾ 28-ാം അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അനേക സ്ഥലങ്ങളിൽ പോയി സഭകൾ സ്ഥാപിക്കുക, ശുശ്രൂഷകന്മാരെ ആക്കുക, ഇങ്ങനെ പൗലോസ് ചെയ്യേണ്ട ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ടാണ് നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ യോന എന്ന ഒരു പ്രവാചകനെ കുറിച്ചറിയാം. അദ്ദേഹത്തോട് യഹോവയായ ദൈവം നിനവയിൽ ചെന്ന് ആ രാജ്യത്തിൻ്റെ പാപത്തിനു എതിരായി സംസാരിക്കണം, അവർക്ക് അവരുടെ ന്യായവിധിക്ക് ദൈവം അവരോട് കോപിച്ചിരിക്കുന്നു എന്ന് സംസാരിക്കുവാൻ അയക്കുന്നു. എന്നാൽ നിനവയിലേക്ക് പോകാതെ തർസീസിലേക്ക് പോയ യോനയെ കാണുവാനായിട്ട് കഴിയും. തർസീസിലേക്ക് പോകുമ്പോഴും യോന അവിടെയും പ്രസംഗിക്കുവാനാണ് പോകുന്നത്, മറ്റൊന്നുമല്ല അവൻ്റെ ലക്ഷ്യം. പക്ഷെ ദൈവം അവനെ വിളിച്ചത് നിനവയ്ക്ക് എതിരായി നിനവയിൽ ചെന്ന് പ്രസംഗിക്കണമെന്നുള്ളത്. അതിന് പ്രസംഗിക്കാതിരിക്കാൻ ചില കാരണങ്ങൾ വേദപണ്ഡിതാക്കന്മാരുടെ ഇടയിൽ ചിന്തകളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിൽ പോകാതെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനചിന്തയിൽ പറവാൻ ആഗ്രഹിക്കുന്നത്, ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിളിച്ചിരിക്കുന്ന ഒരു വേലയുണ്ട്. അവിടെയാണ് സ്തോത്രം നാം ശോഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് ആകുവാൻ ആണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഈ പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആളുകളെ സുവിശേഷം പറയാനായിരിക്കും വിളിച്ചിരിക്കുന്നത്. ചില ആളുകളെ കർത്താവിൻ്റെ ഹല്ലേലൂയ സഭയെ പരിപാലിക്കുവാൻ ഇടയ ശുശ്രൂഷയായിട്ടായിരിക്കും വിളിച്ചിരിക്കുന്നത്. ചില ആളുകൾ പ്രവാചക ശുശ്രൂഷകളായിരിക്കും. ചില ആളുകൾ വ്യാഖ്യാന ശുശ്രൂഷയായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവം ഓരോ വ്യക്തികളെയും വിളിച്ചിരിക്കുന്ന ഒരു വേലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിലാണ് ഒരു തളിർപ്പും ശ്രേഷ്ഠതയുമുള്ളൂ. ഹല്ലേലൂയ. അതെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരിക്കുമ്പോഴാണ് അത് വെളിപ്പെടുകയുള്ളൂ. അതുവരെ അത് മനസ്സിലാകണമെന്നില്ല. ബർന്നബാസ് പൗലോസിനെ തർസോസിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവരാൻ കാരണം, അന്ത്യോക്യയിൽ ഒരു ഉണർവ് നടക്കുന്നു. അപ്പോൾ വചന പരിജ്ഞാനമുള്ള, നന്നായി ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ഒരു നല്ല ശുശ്രൂഷകനെന്ന് ബർന്നബാസിന് പൗലോസിനെ കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് പൗലോസിനെ അന്ത്യോക്യ സഭയുടെ ശുശ്രൂഷകനായോ ആ മേഖലയിൽ അവൻ കണ്ടായിരിക്കാം പൗലോസിനെ അവിടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ ദൈവം പൗലോസിനെയും ബർന്നബാസിനെയും കുറിച്ച് ആഗ്രഹിച്ചത് ഹല്ലേലൂയ അന്ത്യോക്യയിലെ ഒരു സഭാ ശുശ്രൂഷകനായോ ഹല്ലേലൂയ അവിടുത്തെ ഒരു എൽഡറായോ നിൽക്കുവാനല്ലായിരുന്നു. പകരം പ്രൈസ് ദി ലോർഡ് അനേക രാജ്യങ്ങൾ സഞ്ചരിച്ച് ഹല്ലേലൂയ സഭകൾ സ്ഥാപിച്ച് ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടുവച്ച ശുശ്രൂഷകന്മാരായിരുന്നു. അതുകൊണ്ടാണ് ആ പദം അവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് തന്നെ സ്തോത്രം പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാല് നടക്കുവാനും, കൈ കാര്യങ്ങളൊക്കെ എടുക്കുവാൻ, കണ്ണ് കാണുവാൻ, ഇങ്ങനെ ഓരോ അവയവത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അത് അതിൻ്റെ സ്ഥാനത്തിരുന്ന് അതിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ശരീരത്തിന് ഹല്ലേലൂയ സ്തോത്രം അത് ഏറ്റവും ഗുണകരമാകുന്നത്. പ്രൈസ് ലോർഡ്. മാത്രമല്ല പൗലോസ് പറയുന്ന ഒരു പദവാക്കുണ്ട്. സ്തോത്രം, കാലിനൊരു കേടു പറ്റിയാൽ കണ്ണ്, കാല്, കൈ എല്ലാം വേദനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ശരീരം എല്ലാം ഒരുപോലെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആ അവയവം എല്ലാം യഥാസ്ഥാനത്തിരുന്ന് അതിൻ്റെ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ചില അതിൽ നമ്മെ ആക്കി വച്ച ദൈവസഭയാകുന്ന ശരീരത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് നമ്മൾ നന്നായി ജോലി ചെയ്തെങ്കിൽ മാത്രമേ ആ ശരീരം നന്നായി ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു വേലയുണ്ട്. സ്തോത്രം. കണ്ണായി, കാലായി, ചെവിയായി, പ്രൈസ് ദി ലോർഡ്, കല, സ്തോത്രം, ഹല്ലേലൂയ, ഈ ഓരോ അവയവങ്ങളായി നമ്മളെ വെച്ചിരിക്കുമ്പോൾ അതെല്ലാം അതതിൻ്റെ സ്ഥാനത്തിരുന്ന് അതതിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടത് ഒരു ശരീരത്തിൻ്റെ നല്ല പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ദൈവസഭ ഒരു ശരീരമായി നിലനിൽക്കുന്നു എന്ന് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളിച്ചിരിക്കുന്ന വേലയിൽ വിശ്വസ്തരായി നിന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇല്ലാത്തത് പ്രകടമാക്കുകയോ അല്ല, കർത്താവ് പറയാത്തത് ചെയ്യുകയോ അല്ല വേണ്ടതെന്ന് പ്രഭാതത്തിൽ പറഞ്ഞ് ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച ഒരു വേലയുണ്ടായിരുന്നു. അതിനുവേണ്ടി അവരെ വേർതിരിച്ച് മാറ്റിയതുകൊണ്ട് അത് ദൈവസഭയ്ക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടു. അതേ കർത്താവേ, ഞങ്ങളെ വിളിച്ചപ്പോൾ ഒരു വേലയ്ക്കായിട്ട്, ഒരു പ്രത്യേക ഫങ്ഷനായിട്ട്
ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഒരു ശരീരത്തിൽ കർത്താവെ ഓരോ അവയവത്തിനും വ്യത്യസ്ത ഫങ്ഷൻ ഉള്ളതുപോലെ ഞങ്ങളിലൊക്കെ ഓരോ ഫങ്ഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുവാൻ, അത് കണ്ടെത്തുവാൻ ദിവസങ്ങളിടെയായി അതിൽ തന്നെ തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനത്തെ ആ മേഖലയിൽ കണ്ടെത്തി അവർക്ക് അത് മനസ്സിലായി കർത്താവ് ശ്രേഷ്ഠതയിൽ വരുവാൻ കർത്താവ് കൃപ ചെയ്യുന്ന ഓർത്തു സ്തോത്രം. ജനത്തെ ഈ പകൽക്കാലം അനുഗ്രഹിക്കുന്ന ഓർത്തു സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ചുമച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.